ഇതെന്തോന്നില്ല, പപ്പടം തൂക്കിയിട്ട് പോണ്. എന്തോ കൊള്ളാല്ലേ, ഇത് പപ്പടമാണ്, കറുത്ത പപ്പടം, കരിഞ്ഞു പോയ പപ്പടം തൂക്കിയിട്ട് പോകുന്നു തോന്നുന്നു. നല്ല ഡ്രസ്സാണ്, പൊളിയായിരിക്കണം. ഇവിടെ കണ്ടപ്പോൾ എനിക്ക് മറ്റവളെയാണ് ഓർമ്മ വന്നത്. ഹിന്ദിയിൽ ഒരുത്തിയുണ്ട്, ബിഗ് ബോസിലൊക്കെ പോയിട്ടുള്ള ഉർഫി ജാവത്. അവസാനം മൂഞ്ചി തിരിഞ്ഞ് കമ്പി തിരിയായിരുന്നു. അത് പോട്ട്, അതിനെയാണ് എനിക്ക് ഓർമ്മ വന്നത്. അത് ഇതുപോലത്തെ കുറേ സാധനങ്ങളൊക്കെ ചുറ്റിപ്പണഞ്ഞോണ്ടൊക്കെ പോയി. അതിന്റെ മറ്റൊരു വെർഷനാണ് തോന്നുന്നു, റണാസുന. എന്തായാലും കൊള്ളാം. മുടിയൊക്കെ ഫെമ്മൊക്കെ അടിച്ച് ആരാ കവിലെ പക്കപതിയെ പിന്നെ കോപ്പാണ് പപ്പടം തൂക്കിയിട്ട് വന്നിരിക്കുന്ന ആളുകളെ പറ്റി. ഇത് എന്തുവാണ് ഇതൊക്കെ? കൊള്ളാം. അത്രേ ഉള്ളു. എന്നാടാ എന്തുവാ കോൺഫിഡൻസ് ലെവൽ സമ്മതിച്ചേ പറ്റത്തുള്ളൂ. തൊലിക്കെട്ടി അപാരം. പാവട്ടെ, അമേസിങ്. എന്തായാലും ഡ്രസ്സ് കൊള്ളാം, കലക്ക് ആണ്, പൊളിയായിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് നല്ല പോലെ ഉപദേശം വരുന്നുണ്ട്. അതിലെ അങ്ങനല്ല, അതാണ് ശരി. എനിക്കറിയില്ല, ബേസിക്കലി എനിക്ക് അറിയത്തില്ല. ഞാൻ പിന്നെ ആ വോയിസ് എടുത്ത് റിയാക്ട് ചെയ്തതിന്റെ റീസൺ വേറെ ഒന്നുമില്ല. ആ വോയിസ് പറയുന്ന സ്ത്രീ അത്ര വെടുപ്പല്ല, അതുകൊണ്ടാണ് ഞാനത് എടുത്ത് റിയാക്ട് ചെയ്തത് ബേസിക്കലി. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചെറുതായിട്ട് തള്ളിക്കളയേണ്ട ഒരു കേസല്ല. പ്രത്യേകിച്ച് ആ വോയിസിൽ ആ സ്ത്രീ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എയർപോർട്ടിൽ സ്വർണം കടത്ത്, അതുപോലെ തന്നെ പല കേസുകളും പറയുന്നുണ്ട്. ഈ സ്വർണം കടത്ത് നമ്മുടെ എയർപോർട്ട് വഴി വരുന്നുണ്ടെങ്കിൽ അത് ചെറിയൊരു കാര്യമല്ല. അതിന് വിത്ത് എവിഡൻസ് ഈ കടത്തുന്നവരെ തൂക്കണം, അയക്കുന്നവരെ തൂക്കണം, എല്ലാവരെയും തൂക്കണം. ഇത് എയർപോർട്ട് വഴി ചെയ്യുന്നുണ്ടെങ്കിൽ അത് തൂക്കിയേ തീരത്തുള്ളൂ. അത് നമ്മുടെ ഗവൺമെന്റിന്റെ വീഴ്ചയാണ്. ഇത് നമ്മൾ ചെറുതായിട്ട് കണ്ടുപിടേണ്ട ഒരു കേസൊന്നുമല്ല. ബേസിക്കലി രേണു ഇതുവരെ അതിനൊന്നും പ്രതികരണം കൊടുത്തിട്ടില്ല. പ്രതികരണം വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. സകലമാന തീട്ട കേസുകൾക്ക് പ്രതികരിക്കുന്ന രേണു ഇതുവരെ 5 വാക്ക് പോലും വേണ്ട എന്ന് പറഞ്ഞൊരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. ഒരു പ്രതികരണവും കൊടുത്തിട്ടില്ല. ബേസിക്കലി ഇത് ആപ്പോപ്പ കേസല്ല. കുറെ പേര് ഇത് ആ രീതിയിൽ കാണുന്നുണ്ട്. രേണു ഒരു മോശപ്പെട്ട പ്രവൃത്തി ചെയ്യുന്നു എന്നുള്ള സെറ്റപ്പിൽ മാത്രം കണ്ടുവിടുന്ന ആ ഒരു പരിപാടി അല്ല. അതുക്കപ്പുറം ഇതിൽ വേറെ വിഷയമുണ്ട്. ഇത് നമ്മുടെ ഗവൺമെന്റിന്റെ വീഴ്ചയാണ്. വീഴ്ചയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ വീഴ്ചയൊന്നുമല്ല. സ്വർണ്ണക്കടത്ത് എന്ന് പറയുന്ന ഒരു ആരോപണം ഒരാളുടെ മേലിൽ വയ്ക്കുമ്പോൾ അത് തക്കതായ രീതിയിൽ അന്വേഷിക്കണം. പ്രത്യേകിച്ച് ആ ചാനലിൽ വന്നിട്ടുള്ള വോയിസിൽ പറഞ്ഞ സ്ത്രീയെ തൂക്കണം. ആ സ്ത്രീയെ വിശദമായിട്ട് ചോദ്യം ചെയ്യണം. അവർക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം പുറത്തു കൊണ്ടുവരണം. അവർ പറയുന്നത് ജെന്യുവൻ ആണെങ്കിലും അല്ലെങ്കിലും ഈ വീഡിയോ സത്യം പറഞ്ഞ നിയമത്തിന്റെ മുന്നിലെത്തുകയും അതേ തുടർന്ന് രേണുവിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഇത്രയും വലിയൊരു അലിഗേഷൻ വന്നു. അതുപോലെ ആ വിട്ട ചാനൽ ആരെന്നറിയാലോ, ഞാൻ പറയാതെ തന്നെ അറിയാം. അവർക്ക് ഈ കോണ്ടാക്ട് ചെയ്ത് വോയിസ് അയച്ചു കൊടുത്ത ആളിനെ അവർ വഴി തൂക്കണം. തൂക്കിയിട്ട് അതും ചോദിച്ചേപ്പണം. എല്ലാം ഇത് ചെറിയ കേസല്ല. നമ്മുടെ രാജ്യത്ത് അല്ലെ നമ്മുടെ നാട്ടില് ഇങ്ങനെ ഒരു സ്വർണ്ണക്കടത്ത് നടത്തുന്നുണ്ട്, അത് പച്ചയ്ക്ക് വിളിച്ച് പറയുന്നുണ്ടെങ്കിൽ അത് ആപ്പോപ്പ കേസല്ല. അത് ചോദ്യം ചെയ്യപ്പെടണം, അന്വേഷണം നടത്തണം. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് തക്കതായ അന്വേഷണം ഉണ്ടാവണം. മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട കാര്യം തന്നെയാണ്. അതാണ് ചെയ്യേണ്ടത്. പിന്നെ ഇനിയിപ്പോ ഇലക്ഷന്റെ റിസൾട്ടൊക്കെ വരും, അതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. മന്ത്രിസഭ മാറുമോ ഇല്ലയോ ഒന്നും അറിയത്തില്ല. എന്നാലും എന്തായാലും വോട്ട് എവർ ഇറ്റ് ഈസ് ആയാലും ഇത് തക്കതായ രീതിയിൽ അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് നമ്മുടെ നിയമത്തിന്റെ ചെറിയ വീഴ്ചയൊന്നുമല്ല. ഈ പറഞ്ഞത് ശരിയാണെങ്കിൽ ഞാൻ ഉറപ്പിക്കുന്നില്ല, കാരണം എനിക്ക് ഇതിന്റെ തെളിവോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ച് സംസാരിക്കില്ല. ഞാൻ ഇത്രേ പറഞ്ഞോളൂ. അതിനുമുമ്പ് എന്നെ എല്ലാം കൂടി എടുത്തിട്ട് പൊങ്കാലിടും മച്ചിടമാകുമ്പോൾ വല്ലാത്ത അവസ്ഥയാണ്. ഇത് ചെറിയ ഇതൊന്നുമല്ല. ഞാൻ എന്തായാലും ഇത് എത്തേണ്ട ആരുടെയെങ്കിലൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് തന്നെയാണ് ഇനി അതിനുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അല്ലാണ്ട് ദാപ്പോപ്പ കേസായിട്ട് ചെറുതായിട്ട് വിടേണ്ടതല്ല. ഞാൻ ഈ വീഡിയോ, അതായത് ആ ചാനൽ ആ വീഡിയോ എത്തിക്കേണ്ട സ്ഥലങ്ങളിൽ എന്തായാലും അത് എത്തിക്കുന്നുണ്ട്. കാരണം ഇത് നമ്മുടെ രാജ്യത്തിന്റെ വീഴ്ചയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ ഒരു അലിഗേഷൻ വരുമ്പോൾ, അതൊരു വ്യക്തിയുടെ പേരിൽ വരുന്ന അലിഗേഷൻ ആയാലും ഇത് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്ത് വിട്ട് അങ്ങ് കുറെ കത്തിച്ചിട്ട് അണയ്ക്കേണ്ട ഒരു പരിപാടി അല്ല. ഒരിക്കലും അങ്ങനത്തെ ഒരു പരിപാടി അല്ല ഇത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്വേഷിക്കണം, കസ്റ്റഡിയിലെടുക്കണം, രേണുവിനെ കസ്റ്റഡിയിലെടുക്കണം. അതുപോലെ ആ വോയിസ് വിട്ട ചാനലിലെ ആളുടെ മറ്റേ സംസാരിച്ചില്ലേ അവരെ കസ്റ്റഡിയിലെടുക്കണം. എങ്ങനെയാണ് നിങ്ങൾ ഇതൊക്കെ അറിഞ്ഞത് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു മനസ്സിലാക്കി നമ്മുടെ രാജ്യത്തിന് ഈ ഒരു നാണക്കേട്, നമ്മുടെ കൊച്ചു കേരളത്തിന് ഈ ഉണ്ടായിട്ടുള്ളൊരു വീഴ്ച, ഇങ്ങനെ എയർപോർട്ട് വഴി ഈ സാധനങ്ങൾ കടത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ ആരൊക്കെയാണ് രേണുവിനെ സഹായിച്ചിട്ടുള്ളത്, അങ്ങനെയുള്ള സകലമാന കാര്യങ്ങൾ ഡീറ്റെയിൽ അടക്കം പോക്കണം. ഇത് ചെറിയൊരു കാര്യമൊന്നുമില്ല. സ്വർണ്ണക്കടത്തെന്നൊക്കെ പറയുമ്പോൾ എയർപോർട്ട് വഴി, അത് കൊച്ചി എയർപോർട്ടാണെന്ന് തോന്നുന്നു അല്ലേ ഇവിടെ വന്നിറങ്ങുന്നത്, മൊത്തം അരിച്ച് പറകണം. ഇത് ചെറുതായിട്ട് വിടേണ്ട ആപ്പോപ്പ കേസൊന്നുമില്ല. മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. അത് എന്തായാലും മെയിലും കാര്യങ്ങളൊക്കെ അയച്ചു ഫോർവേഡ് ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. നിങ്ങളെല്ലാവരും പറയുന്നുണ്ട് ഞാൻ രേണുവിന്റെ സൈഡായിരുന്നു. ഒരിക്കലും ഇല്ല, എനിക്കതിന്റെ ആവശ്യവും ഇല്ല.
നമ്മൾ തെളിവില്ലാത്ത കാര്യം എടുത്ത് സംസാരിക്കാറില്ല. പിന്നെ ഞാൻ ആ വോയിസ് എടുത്ത് സംസാരിച്ച വീണ്ടും റിപ്പീറ്റ്ലി പറയാം, ആ സ്ത്രീ എനിക്ക് വെടിപ്പായിട്ട് തോന്നിയില്ല. അവൾ ഒരു അപരാധിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ആ വോയിസ് കേട്ടപ്പോൾ അവൾ തന്നെ സമ്മതിക്കുന്നുണ്ട്. അതിൽ പല ഭാഗങ്ങളും മറ്റേ ലേഡി കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. കേട്ട പാടെ കേൾക്കാത്ത പാടെ തന്നെ അതിനെക്കുറിച്ചിട്ട് അത്യാവശ്യം നല്ലോണം മനസ്സിലായി. എന്തായാലും നമുക്കിനി ബാക്കി ഇതിലോട്ട് പോവാം. രേണുവിന്റെ കുറെ കാണാൻ. ഇങ്ങനെയാണെങ്കിൽ നീ പൂത്തിരി പോലെ പറക്കും. നല്ല നല്ല അലിഗേഷൻസ് ഒക്കെയാണ് വരുന്നത്. ഒരു സമയത്ത് ഹനാൻ, നമ്മുടെ ബിഗ് ബോസ് താരം ഹനാൻ നിനക്കെതിരെ ഒരു അലിഗേഷൻ ഇട്ടായിരുന്നു. അതിന് നീ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കിടന്ന് ഉരുണ്ട് പരണ്ട് അതൊരു സൈഡിൽ കൂടി പോയി. അടുത്ത അലിഗേഷനാണ് ഇതാ ഇപ്പൊ വന്നിട്ടുള്ളത്. പക്ഷെ ഇത് ആ അലിഗേഷൻ പോലെയല്ല. അത് നിന്റെ പേഴ്സണൽ കാര്യമാണ്. നീ അബോർഷൻ ചെയ്യുന്നത് അങ്ങനത്തെ ഒരു സാധനം വന്നപ്പോൾ നിന്റെ പേഴ്സണൽ കാര്യമാണ്. അത് സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ട് അലക്കി നിന്റെ ക്യാരക്ടർ എക്സ്പോസ് ചെയ്ത് വിട്ട് അത്ര മാത്രമേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ വന്നിട്ടുള്ളത് ചെറിയ അലിഗേഷൻ അല്ല. ഇത് നമ്മുടെ രാജ്യത്തിനെ തന്നെ വെല്ലുവിളിക്കുന്ന, അല്ലെങ്കിൽ കള്ളക്കടത്ത് ആ ഒരു സെറ്റപ്പിലോട്ടാണ് ഈ സാധനം പോകുന്നത്. ഇതിന് രേണു ഉത്തരം പറയേണ്ടി വരും. ഉത്തരം പറയേണ്ടി വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്നുമല്ല, നല്ല രീതിയിൽ ഉത്തരം പറയേണ്ടി വരും. ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഭയാനകമായിരിക്കും. പ്രത്യേകിച്ച് രേണു ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ രേണു മൂഞ്ചി. ഇനി ഒരുപക്ഷെ രേണു നിരപരാധിയാണെങ്കിൽ ഈ വോയിസ് പുറത്തു വിട്ട ആള് മൂഞ്ചി, ആ വോയിസ് സംസാരിച്ച ആള് മൂഞ്ചി. കാരണം അങ്ങനെ വെറുതെ വിടില്ല, അതുള്ള കാര്യമാണ്. വെറുതെ വിടില്ല. ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുപോകണം. കാരണം നമുക്ക് മൊത്തത്തിൽ നാണക്കേടുള്ള ഒരു സംഭവമാണ്. നമ്മുടെ എയർപോർട്ട് വഴി ഇതുപോലെ ഒരാള് നല്ല പോലെ ഈ പറഞ്ഞ പോലെ എവിടെ കയറ്റി വെച്ചും കൊണ്ട് സ്വർണം കടത്തിയെന്ന് പറയുമ്പോൾ അത് നിസ്സാര കാര്യമല്ല. അത് ചെക്ക് ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയാണ്, അന്വേഷിക്കേണ്ട കാര്യവും തന്നെയാണ്. ഈ ആളിന്, ഈ വോയിസിൽ സംസാരിച്ച ആളിന് എവിടെ നിന്നാണ് ഈ ന്യൂസുകളെല്ലാം കിട്ടിയത്, എങ്ങനെയാണ് ഇവർ ഇത് അറിഞ്ഞത്, എല്ലാം ഡീറ്റെയിൽ അടക്കം, ഓരോന്നും ഡീറ്റെയിൽ അടക്കം പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഓരോ കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് ഇതൊരു സോഷ്യൽ മീഡിയ ഫൈറ്റ് മാത്രമാക്കി ആ പോപ്പ നിസ്സാര കേസായിട്ട് വിട്ടുകളയാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി അടിക്കുന്ന കാര്യം മാത്രമാക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇതിന്റെ സത്യാവസ്ഥ പുറത്ത് കൊണ്ടുവരണം. അത് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഇതിന്റെ സത്യാവസ്ഥ പുറത്ത് കൊണ്ടുവന്ന് ഇതിലെന്താണ് ഈ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ അതോ ഇത് കള്ളമാണോ എന്നുള്ള കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ അറിയിക്കേണ്ട ആൾക്കാരെയൊക്കെ അറിയിച്ചിട്ടുണ്ട്. അവർ വഴിയൊക്കെ അന്വേഷിച്ച് ഇതിന് തക്കതായൊരു റിസൾട്ട് താമസിയാതെ തന്നെ വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതിൽ ചെറിയ കേസൊന്നുമില്ല, ആ പോപ്പ കേസൊന്നുമില്ല. ഇതിൽ അത്യാവശ്യം ഉണ്ടെങ്കിലാണ് നീ മൂഞ്ചി, നീ മുക്കറിയിട്ട് വെള്ളം കുടിച്ചാലും മൂത്തൊഴിക്കാൻ പറ്റാത്ത അവസ്ഥയാവും. പൂത്തിരിയും കമ്പിത്തിരിയൊക്കെ ആവും. ഇങ്ങനെ തന്നെ പോകും മിക്കാറും പറന്നു. നിനക്കൊരു തേങ്ങ അറിയത്തില്ല, തറച്ചക്രം അറിയത്തില്ല, പൂത്തിരി അറിയത്തില്ല, കമ്പിത്തിരി അറിയത്തില്ല, മത്താപ്പൂ അറിയത്തില്ല. കുറെ പടക്കം മാത്രം നിനക്കറിയാം. പടപടാന്ന് പൊട്ടുന്ന പടക്കം. പി അട്ടെ. നിന്റെ നാട്ടില് എല്ലാം തല തിരിഞ്ഞാണ്ടിരിക്കുന്നു. നിന്റെ നാടിനെന്നല്ല കേട്ടോ പറയുന്നത്. നിന്റെ നാട്ടില് നീ തല തിരിഞ്ഞാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നിനക്കെല്ലാം തല തിരിഞ്ഞിട്ട് അട്ടയും പെട്ടയും കുട്ട ഒക്കെ ആയിട്ട് തോന്നും. പോട്ട് പടക്കങ്ങൾ എന്നും നിന്റെ വീക്ക്നെസ് ആണ്. എനിക്ക് മനസ്സിലായി. നീ ഒരു പടക്കം പടപടാന്നല്ലേ പൊട്ടുന്നത്. പൊട്ടട്ടെ. ആടാട് ആടാട് ആടാടാടാട് ആടുന്നേ ആടുന്നേ ബാക്കി ആടട്ടടി ആടി കളിക്കുമ്പോലും നിന്റെ ആട്ടങ്ങളല്ലേ. എന്തായാലും രേണു നീ മൊത്തത്തിൽ മൂഞ്ചിരിക്കുന്ന അവസ്ഥയാണ്. കളാം, സന്തോഷമായി. രേണു നീ എക്സ്പ്ലനേഷൻ കൊടുക്ക്. സ്വർണ്ണക്കടത്ത് ഇത് നിന്റെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ നീ അവർക്കെതിരെ കേസ് കൊടുക്കണം. അല്ലാണ്ട് സോഷ്യൽ മീഡിയയിൽ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ട് ചെളിവാരി അടിച്ച് തീർക്കേണ്ട കേസല്ല ഇത്. ഞാൻ വിടത്തില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് എന്തായാലും എത്തിക്കേണ്ടവരിലേക്ക് ഈ സാധനം എത്തിച്ചിട്ടുണ്ട്. അതിന് കുറച്ചുകൂടി ടൈം എടുക്കും. കാരണം അവരൊക്കെ അത്യാവശ്യം ടോപ്പിലിരിക്കുന്ന ആൾക്കാരല്ലേ, അതിൻ്റെതായ സമയം എടുക്കും. നിന്റെ കാര്യത്തിൽ തീരുമാനമാവും. നീ ചെയ്തിട്ടുണ്ടെങ്കിൽ നീ പെടും വേണം, ചെയ്തിട്ടില്ലെങ്കിൽ നിനക്കെതിരെ അലിഗേഷൻ അടിച്ചവരെല്ലാം പെടും. കാരണം ഇത് ആപ്പോ കേസല്ല. പിന്നെ നിനക്കെതിരെ അലിഗേഷൻ അടിച്ച സ്ത്രീ എങ്ങനെ ഈ സാധനം അറിഞ്ഞു? അവർക്കിതിൽ പങ്കുണ്ടോ? മുന്നേ എത്ര പേരിങ്ങോട്ട് കടത്തി നിനക്ക് മുന്നേ? ഇതെല്ലാം പുറത്തു കൊണ്ടുവരും. അങ്ങനെ ഇത് മൊത്തം മൂഞ്ചിയ അവസ്ഥയിലായിട്ടുണ്ട് രേണു. ഉള്ള കാര്യം പറയാല്ല. സന്തോഷം. വിഷു ആഘോഷിച്ചോന്ന് ചോദിച്ചപ്പോഴാണ് എനിക്ക് നിന്റെ കൂട്ടുകാരൻ ജാസി ഓർമ്മ. അവൻ ഉപ്പും മുളകും പഞ്ചസാരയൊക്കെ എടുത്ത് വെച്ച് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് വിഷുക്കണി എന്ന് പറഞ്ഞുകൊണ്ട്. ഇതുപോലത്തെ ഒരു ഉടായ്പിനെ വേറെ കണ്ടിട്ടില്ല. നീയും ഉടായ്പ, നിന്റെ കൂട്ടുകാർ ഉടായ്പ, എല്ലാം ഉടായ്പ. ആർജെ ലച്ചു എല്ലാം കണക്കാണ് കേട്ടോ. എല്ലാം ഒന്നിനൊന്നിന് മെച്ചമായിട്ടുള്ള 9-on-6 ഐറ്റംസ് ആണ്. ഒന്നും പണയാണില്ല. പടക്കം
പറ്റട്ടെ, ആ ചിരിയിലുണ്ട് പടക്കങ്ങൾ നിന്റെ വീക്ക്നെസ് ആണെന്ന്. നീ ഒരു പടക്കമായി വാഴട്ടെ, வாழ்ந்திட ஜனங்கள நம்ம கட்சி இவங்க மனச சந்தோஷப்படுத்துற தப்பு நீ செஞ்சால் ரைட்டு மச்சி அந்த மாதிரி. ഒരു രക്ഷയില്ല രേണു, നീ വളർന്ന് പന്തലിച്ചിരിക്കുകയാണ് പടക്കം പോലെ. പൊട്ടട്ടെങ്ങനെ പൊട്ടട്ടെ. പല്ലിന്റെ ട്രീറ്റ്മെന്റ് പൊങ്ങിയിരിക്കുന്ന ഭാവമല്ലേ? ലൊക്കവക്ക എന്താ ലോവ കേരള എവിടെയാ പോകുന്നുണ്ട്? ഏതടുപ്പിന്റെ അകത്തോ പോന്നി? നേരത്തെ കണ്ടു ഞാൻ നിന്നെ പിടിച്ചൊരു ഇടിക്കും ഞാൻ ജവര് ചേർത്ത് വെച്ച്. കാരണം എനിക്ക് അത്രയ്ക്ക് കലിയുണ്ട്. നീ കാരണം ഇപ്പം വേറെ ഒരു കണ്ടന്റും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി, വേറൊരു കണ്ടന്റും ഇല്ല, വല്ലാത്ത അവസ്ഥയായി. സോഷ്യൽ മീഡിയ മൊത്തം നീയായി. സത്യം ദേഷ്യം വരുന്നുണ്ട് ചില സമയത്തൊക്കെ. നല്ല രീതിയിൽ നല്ലതായിട്ട് അവര് പല്ലിന്റെ കാര്യങ്ങളൊക്കെ കണക്ക് പറയാം. മൊത്തം എത്ര രൂപയാവുമെന്ന് പറഞ്ഞു. നല്ല നല്ല പൈസ ആയാലും നമ്മുടെ പല്ല് റെഡിയാക്കണമെന്ന്. കാരണം അല്ലെങ്കിൽ അത് ഭയങ്കര പ്രശ്നമായിരുന്നു. അതെ അതെ, എല്ലാം പൈസ പോയാലും നമ്മളെല്ലാം റെഡിയാക്കണം. അതുള്ളതാണ്, നല്ല കാര്യമാണ് കേട്ടോ. നമ്മുടെ മുഖത്തിന്റെ പാളിച്ചകൾ വരുമ്പോഴേ നമുക്ക് വിഷമം മനസ്സിലാത്തുള്ളൂ. പക്ഷെ ഇവളെന്തിന് നീ കണവണെന്ന് പറയുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. നീ ആദ്യം ആ സ്വർണ്ണക്കടത്തിനെ പറ്റി പറ, എനിക്ക് അതാണ് അറിയേണ്ടത്. ഇത് വെറുതെ വിടാൻ പറ്റുന്ന കേസല്ല. ഇത് കടത്തിയിട്ടുണ്ടെങ്കിൽ എന്റെ പൊന്നാര മോളെ നീ ഇത്ര ഇഞ്ഞ ഇമ്ര ഉക്കുറു ഉക്കുറു ഉപ്പുറുക്കൊക്കെ വിളിച്ച് എന്നെ നീ ഇരിക്കും ഉള്ള കാര്യം. ഞാൻ എന്തായാലും വെറുതെ വിടില്ല. മറ്റൊരു വോയിസ് വിട്ടിട്ട് പോയതല്ലോ, ഈ സാധനം എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിച്ചിട്ടുണ്ട്. എന്തായാലും അന്വേഷണം വരും, ആ സ്ത്രീക്കും കോള് പോവും, എല്ലാം കഥം. അത് തന്നെയാണ് നടക്കാൻ പോകുന്നത്. ഇതിന്റെ അത്യാവശ്യം കൊണ്ടുവരണം. ഞാനതാണ് ഇപ്പം ട്രൈ ചെയ്യുന്ന കാര്യം. കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ മോനെ, കൊണ്ടുവരും. റെയിൽവേ സ്റ്റേഷന്റെ അനി സബ്സ്റ്റേഷൻ ബോഡി. പോലീസ് സ്റ്റേഷൻ. ആരാ ഇത് പറയുന്നേ? അതെ അതെ, ഷോക്ക് അടിക്കും. ഇങ്ങനെയാണ് കുറച്ചുകൂടി കഴിയുമ്പോൾ നിനക്ക് 2 ഷോക്ക് ട്രീറ്റ്മെന്റ് തരേണ്ട അവസ്ഥയിലെത്തും ഇങ്ങനെ പോവുകയാണെങ്കിൽ. ഞാൻ ഉള്ള കാര്യം പറഞ്ഞ. പിന്നെ സബ്സ്ക്രിപ്ഷൻ, സബ്സ്റ്റേഷൻ, ഇതൊക്കെ നീ അവനെ കൊണ്ട് ചോദിപ്പിച്ചാണെന്ന് നല്ലോണം അറിയാം. കാരണം നിനക്ക് ഇംഗ്ലീഷിലുള്ള നിന്റെ ബളബള സംസാരത്തിൽ നാട്ടുകാരുടെ ഊക്കുണ്ട്. അതുകൊണ്ട് അങ്ങോട്ട് അവനെ വിട്ട് ഇങ്ങനത്തെ ഒരു ചോദ്യം ചോദിപ്പിച്ചിട്ട് നീ അങ്ങോട്ട് അവനെ തിരുത്തുമ്പോൾ നീ മാസാണെന്ന് പുറത്തറിയാൻ വേണ്ടിയിട്ടുള്ള നാടകമാണെന്ന് യാതൊരു പൊട്ടനും അറിയാം കേട്ടെ. അതുകൊണ്ട് കിടന്ന് ഉരുളാതെ. പിന്നെ സബ്സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷനൊക്കെ വിട്ടിട്ട് പോലീസ് സ്റ്റേഷനിൽ പോകാനുള്ള ബാഗ് പാക്ക് ചെയ്ത് വെച്ചാൽ താമസിയാതെ പോവാം. വേറെ ഒന്നും കൊണ്ടല്ല, ഈ സ്വർണ്ണക്കടത്തിന്റെ കേസ് തന്നെയാണ്. അത് എത്തേണ്ട അടുത്ത് എത്തിയിട്ടുണ്ട്. അന്വേഷണം വരുമ്പോൾ പ്രണാസുന ബാക്കി പഠിച്ചോളും. ബാ. നിന്നെ കൊണ്ടതേ പറ്റത്തുള്ളൂ. രേണു ഉണ്ടാക്കുന്ന ഭക്ഷണം വീട്ടിൽ ഏതാണ് എന്തൊക്കെയാണെന്ന് ചോദിച്ചപ്പോ മാഗി. നിനക്ക് ഇതിൻ്റെ പറ്റിയത് ഇപ്പം ഈ മാഗി നൂഡിൽസും ഒക്കെ വാങ്ങിച്ചിട്ട് കിണ്ടി അവിടെ നിന്നു എടി. അയ്യോ കട്ടം. വഴക്കുണ്ടാക്കാൻ അറിയാം. ആ നിനക്കടക്കാൻ പറ്റൂ. കഷ്ടം, ഇങ്ങനെ ഒരു അതൂരി. ഇത് എവിടെ നിന്നാ കുറ്റിയും പറിച്ചുണ്ടോന്ന്? എന്തൊക്കെയോ തള്ളി മറിക്കണ ഇരുന്നുണ്ട്. അവൾക്ക് മാഗി ഉണ്ടാക്കാൻ അറിയാവുന്ന. നിനക്ക് അതിനെ പറ്റിയത് മാഗി ഉണ്ടാക്കി അവിടെ കിണ്ടിരും. മിക്കവാറും ഇങ്ങനെ തന്നെ കുറെ ഇരുന്ന് കിണ്ടേണ്ടി വരും. ഈ അവസ്ഥയിലാണ് പോണെങ്കിൽ. രേണുവിന്റെ പപ്പ കുക്ക് ചെയ്യോ? കുതിച്ചേട്ടൻ കുക്ക് ചെയ്യുന്നോ? ഓ ചേച്ചി ഉണ്ടാക്കുന്ന മുട്ട പുഴുങ്ങിയത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ടേസ്റ്റാണ് ചേച്ചി ഉണ്ടാക്കുന്ന മുട്ട പുഴുങ്ങിയത്. അതെനിക്കറിയാം, വെള്ളത്തിൽ കൊണ്ടിട്ടാൽ മതി, അത് വെന്തിങ്ങ് വന്നോളും. പുഴുങ്ങി ഓൾറെഡി പുഴുങ്ങി എത്തും. ഇങ്ങനെ ഒരു സാധനം.
പപ്പായ വിത്ത് ദോശ. അതെ, പപ്പായ പറിച്ച് പഴുത്ത പപ്പായ പഴുപ്പിച്ചേരും, പഴുക്കാത്തതിനെ പഴുപ്പിച്ചേരും. ഇതൊക്കെയാണ് എൻ്റെ ചേച്ചി ഉണ്ടാക്കുന്നത്. വാവ്, അമേസിങ്. പപ്പായ ദോശ നല്ല ടേസ്റ്റ്. കള്ളി. ഞാൻ വിചാരിച്ച് പപ്പായ നേരെ പറിച്ചിങ്ങ് തരുമെന്ന്. പച്ച പപ്പായ പറിച്ച് പഴുപ്പിച്ച് എൻ്റെ ചേച്ചി തരും. ഭയങ്കര ടേസ്റ്റാണെന്ന്. വാവ്. മുട്ട പുഴുങ്ങി തരും, ഭയങ്കര ടേസ്റ്റാണ്. എന്തോന്നാ ഇത്? ഏതാടാ യൂണിവേഴ്സ്? നല്ല മരുന്ന് കയറുന്നുണ്ട്. ബ്ലഷ്. ഞാൻ നൈസാ ചേട്ടാ കഴിച്ചത്. ഷേക്കില്ല, ഷാർജ ഷേക്ക്. അതിന്റെ ചോക്ലേറ്റ് ഇപ്പൊ നന്നായിരുന്നു. കഴിക്കത്തില്ല. ഞാൻ ചോക്ലേറ്റ് കഴിച്ചു. ഇപ്പൊ നന്നായിട്ട് ചോക്ലേറ്റ് കഴിക്കും. ആണോ? നല്ലതായിട്ട് കഴിക്കും അല്ലേ ചോക്ലേറ്റ്? ഇനിയും കഴിച്ചുകൊണ്ട് അവിടെ വീട്ടിൽ കയറി കമന്നിടന്ന് ഉറങ്ങുക. അതായിരിക്കും നിനക്ക് കുറച്ച് ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ. ഞാൻ നിനക്ക് ഫ്രീ ആയിട്ട് തന്ന അഡ്വൈസ് ആണെന്ന് കൂട്ടിക്കുക. വേറൊരു വീഡിയോ ആണ്. പപ്പടം തൂക്കിയിട്ട് നിൽക്കുകയാണ് കൊച്ചു കള്ളി. എന്തുവാണ് ഇതൊക്കെ? എവിടെ നോക്കിച്ചെടുക്കണേ? പിന്നെ തന്തക്കുളികല വരുന്നത്. പിന്നെന്താ ഇത് മരപ്പട്ടിന്നൊക്കെ? ആര്? മൂസിങ്സാ നിനക്കാ? മൂസിങ്സ്? അതെന്ത് സ്വിങ്സ്? ആരുടെ ഇതൊക്കെ പഠിപ്പിച്ചേർന്നെ? മറ്റേ നിന്റെ മാനേജറായിരിക്കും ഖദീജെ. എന്തോ ഉണ്ടല്ലോ ഖദീജ, മറ്റേ എസ്മേൽ അവളല്ലേ? അവളാണ് ഇനി നിന്റെ മാനേജർ കരിഷ്മ. പപ്പടം തൂക്കിയിട്ട് നിൽക്കുകയാണ് പപ്പടക്കള്ളി. അതെ അതെ, പിന്നല്ലാണ്ട്. നീ ആരാണോ? നീ ഒരു കള്ളി തന്നെ കുറുമ്പി. ഇതേത് അവരാധി മോനായിട്ട് പുതിയ വീഡിയോ? അച്ചുടാ പിടി കെട്ടിപ്പൊടി കട്ടിപ്പൊടിടാ കണ്ണാലെ അങ്കപ്പൊടി ഇങ്കപ്പൊടിടാ കട്ടിപ്പൊടി കട്ടിപ്പൊടിടാ കണ്ണാലെ എങ്കപ്പൊടി ഇങ്കപ്പൊടിടോ. നല്ലപോലെ പിടിക്കുന്നുണ്ട്. പിടി പിടി പിടിയോ നീ നമ്പർ പിടിയോ പിറന്നാളെ. അപ്പൊ ഇതൊക്കെയാണ് രേണുവിന്റെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ. എന്തൊക്കെ കാണിക്കണമെന്താ സത്യം. ഇത് എല്ലാം സുനിയേട്ടന് വേണ്ടിയിട്ടെന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്കൊരു മനസ്സമാധാനമുള്ളത്. പാവം എങ്ങനെ കുഴിയിലും സമ്മാനം കൊടുക്കില്ല. അത് വിട്. അപ്പം നമ്മുടെ വിഷയം സ്വർണ്ണക്കടത്ത്. മെയിനായിട്ട് ആ കേസ് പുറത്തു കൊണ്ടുവരണം. അതിൻ്റെ സത്യാവസ്ഥ ജനങ്ങൾ അറിയണം. ജനങ്ങൾ അറിഞ്ഞേ പറ്റത്തുള്ളൂ. അത് ചെറിയൊരു കേസൊന്നുമല്ല, അപ്പൂപ്പ കേസുമല്ല. അതിൻ്റെ സത്യാവസ്ഥ പുറത്ത് കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ. ഏതറ്റം വരെ പോയിട്ടാലും അതിൻ്റെ സത്യാവസ്ഥയെ പറ്റിയിട്ടാണ് ഇനി എൻ്റെ അന്വേഷണം. കാരണം ഞാൻ ഈ പറയുന്ന പോലെ ബഹ്റിനിലുള്ളവരെയും കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബഹ്റിനിലൊന്ന് വലിയ വിഷയം ഇല്ലെന്നാണ് ഞാൻ അറിഞ്ഞത്. എന്നാൽ ദുബായിലുള്ള കേസുകളെ പറ്റിയിട്ടുള്ളത് പിടിയില്ല. അതിനെ പറ്റിയിട്ട് ഞാൻ അന്വേഷിക്കുന്നുണ്ട്. എൻ്റെതായ രീതിയിൽ ഞാൻ നല്ലപോലെ അന്വേഷിക്കുന്നുണ്ട്. പിന്നെ മറ്റേ ചാനലിൽ വന്നിട്ടുള്ള ആ വോയിസ് അത് ഏവളുടെ ആണെന്ന് ഒരു പിടിയില്ല. അതിനെ പറ്റിയിട്ട് അന്വേഷിക്കുന്നുണ്ട്. അത് ആരാണ് ആ വോയിസിൽ സംസാരിച്ചത്, അവളുടെ ഫുൾ ഡീറ്റെയിൽസ് പൊക്കണം. അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. ഞാൻ അതിൻ്റെ പിന്നാലെയാണ്. ഇത് വെറുതെ വിടാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ സ്വർണം കടത്തിക്കൊണ്ട് വരുന്നു, അല്ലെങ്കിൽ മറ്റുള്ള ഡ്രഗ്സോ എന്തെങ്കിലുമൊക്കെ കടത്തിക്കൊണ്ട് വരുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ നാടിൻ്റെ നാശമാണ്, നാശത്തിലേക്കുള്ള പോക്കാണ്. ഇവർ കോടികൾ സമ്പാദിക്കുമായിരിക്കും, ഓക്കെ വാട്ട് എവർ ഇറ്റ് ഈസ്. പക്ഷെ അത് തെറ്റാണ്. അങ്ങനെ കസ്റ്റംസ് വഴിയിട്ട് ഈ സാധനങ്ങളൊക്കെ വരുന്നുണ്ട് എങ്കിൽ അവിടെ ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? അങ്ങനെ കുറേയധികം ക്വസ്റ്റ്യൻസ് ബാക്കിയാവുന്നുണ്ട്. അവിടെ ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ആ ഹെൽപ്പ് ചെയ്യുന്നതിൻ്റെ ജോലി ഏർപ്പിക്കണം. പിന്നെ നമ്മുടെ ഗവൺമെന്റിനാണ് ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം. അങ്ങനെ കുറേ സംഭവമുണ്ട്. ഈ അലിഗേഷൻസ് കുറച്ച് നാളായിട്ട് വരുന്ന ഒരു സംഭവമാണ്. ബഹ്റിനിലും അങ്ങും ദുബായിലും ഒക്കെ ഇവള് പോകുന്നത് വേറെ ഉടായ്പകളാണ്. ഓക്കെ, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പൊ ഇതിന്റെ സത്യാവസ്ഥ എല്ലാം പുറത്ത് വരണം. പുറത്ത് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നേ പറ്റത്തുള്ളൂ. ഇവള് നല്ലവളാണെന്നൊന്നും ഞാൻ ഒരിക്കലും പറയത്തില്ല. കുറെ പേര് നമ്മള് രണ്ട് വർഷം സംസാരിക്കുമ്പോൾ കുറെ പേര് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങളുടെ ചിന്താഗതി അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങളങ്ങ് വിശ്വസിച്ച് വച്ചിരിക്കുന്നുണ്ടായിരിക്കാം, മേ ബി. പക്ഷെ അങ്ങനല്ല അത് ചെയ്യേണ്ടത്. നമ്മൾ അതിന്റെ കറക്റ്റ് ട്രാക്ക് കൊണ്ടുവരണം. അത് നിയമത്തിന്റെ വശത്തുനിന്ന് ഇതിന് അന്വേഷണം നടത്തി രേണു കുറ്റക്കാരിയാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം. ഇത്തരം ഒരു കാര്യം അടക്കമാണ് ഞാനിതിൽ സംസാരിക്കുന്നത്. അല്ലാണ്ട് ഇവളെ വെറുതെ വിടണമെന്നല്ല. ഇവളെ നല്ലവളാണെന്നും ഞാൻ പറയുന്നില്ല, എന്നാൽ ഇവളെ മോശക്കാരിയാണെന്നും ഞാൻ പറയുന്നില്ല. കാരണം അതിന് തെളിവ് കിട്ടിയിട്ടില്ല. വേറെ പല കേസുകളിലും എനിക്കറിയാനുള്ള കാര്യങ്ങളുണ്ട്, തെളിവ് സഹിതമൊക്കെ ഉള്ളതൊക്കെ ഉണ്ട്. ഇവളെ അത്ര വലിയ എടുപ്പ് ടീമൊന്നുമില്ല. എന്നാലും ഞാൻ പറയുന്നതാണ്, ഈ കേസിൽ എനിക്കറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ അത് ആ കേസ് അങ്ങനെ സംസാരിച്ചത്. ഓക്കെ, എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താക്കാൻ പറ്റുക. ഇതിന്റെ സത്യാവസ്ഥ പുറത്ത് കൊണ്ടുവന്നിട്ട് ഇനി അതിലാണ് ഇൻട്രസ്റ്റ് ഉള്ളത്. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.